ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ. ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ പുതുമകളെയും പരിഷ്കാരത്തെയും വളരെയധികം ഇഷ്ടപ്പെടുന്നവരും പ്രത്യേകിച്ച് ആത്മവിശ്വാസം കൂടുതലുള്ളവരുമായിട്ടുള്ള ഈ മകം നക്ഷത്രക്കാരിൽ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ സത്യസന്ധമായിട്ട് പരിശ്രമിച്ച് ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ്. എന്നാലോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വന്നാൽ അതേ വേഗത്തിൽ തന്നെ അകലുന്നവരും കൂടിയാണ് ഈ മകം നക്ഷത്രക്കാർ. പ്രത്യേകിച്ച് ഈ നവംബർ മാസത്തിൽ മകം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ സൂര്യന് നീചസ്ഥിതി വരുന്നതുകൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ടും അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ, ജീവിത അനുഷ്ഠാനങ്ങളിൽ, യാത്രകളിൽ, ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കണം. കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയും ക്ഷമാശീലവും ദീർഘവീക്ഷണവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ. കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ ശുക്രൻ്റേതായ അനുകൂല സ്ഥിതി മൂലം കർമ്മ മേഖലകളിലും തൊഴിൽ മേഖലകളിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതായ രാഹുവിൻ്റേതായ സാന്നിധ്യവും നിവൃത്തിനാഥനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണം. വിശേഷിച്ച് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. എന്നാൽ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ. കൂടാതെ കുടുംബാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്നതായ ബുധൻ്റേതായ അനുകൂല സ്ഥിതി ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ ഒഴിവാക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് മകം നക്ഷത്രക്കാർ ഈ നവംബർ മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും വളരെ നല്ലതാണ്.